അനന്ത് സാറിനെ ഹിറ്റ്ലറിനെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ കമ്പയർ ചെയ്തത്? ഇതൊരു ക്ലാസ്സിന് അതിന്റെ ഒരു ആവശ്യമുണ്ടോ? ഉണ്ടോ? ഹിറ്റ്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിറ്റ്ലറിന്റെ ടീനേജ് കാലം എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന ഒരു പേരന്റിന്റെ കീഴിലായിരുന്നു ഹിറ്റ്ലർ വളർന്നത്. ഹിറ്റ്ലറിന്റെ ഫാദറ് അനാവശ്യ കാര്യങ്ങൾക്ക് വരെ അടിക്കുന്ന, മക്കളെ വളരെ ക്രൂരമായിട്ട് ശിക്ഷിക്കുന്ന ഒരാളായിരുന്നു ഹിറ്റ്ലർ. ഈ രണ്ടു പേരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന, വേൾഡ് വൈഡ് അറിയപ്പെടാൻ പോകുന്ന ഒരു ആപ്പിന്റെ ഓണറാണ് ആര്? അനന്ത് സാർ. ഈ അനന്ത് സാറും വിജയിച്ചത് ഏത് സമയത്താണ്? ഈ ടീനേജ് സമയത്തുള്ള സ്ട്രഗിൾ മൂലമാണ് അനന്ത് സാർ വിജയിച്ചതെന്ന് അനന്ത് സാർ പറയുന്നത്. അതേപോലെ ടീനേജ് സമയത്തുള്ള, കൗമാര സമയത്തുള്ള പ്രശ്നങ്ങൾ മൂലമാണ് ഞാൻ ബുദ്ധിമുട്ടായത്, ഞാൻ ഇങ്ങനെയായതെന്ന് പറയുന്ന ഒരാളാണ് ഹിറ്റ്ലർ. എന്തുകൊണ്ട് നമ്മളെ കൗമാരം അങ്ങനെ ആവുന്നു? നമ്മളെ മക്കൾ ചിലപ്പോൾ അനന്ത് സാർ ആവാൻ വഴിയുണ്ട്, നമ്മളെ മക്കൾ ചിലപ്പോൾ ഹിറ്റ്ലർ ആവാനും വഴിയുണ്ട്. എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാവുക? നമ്മളെ മക്കൾ എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ചീത്തതാണ്, നമ്മള് കൗമാരത്തെ ലീഡ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എങ്ങനെ നമുക്ക് അറിയും? ഇപ്പോഴുള്ള എല്ലാ പേരൻസിന്റെയും ഒരു പ്രശ്നമാണത്. ഈ കാലത്ത്, ഈ സാമൂഹികമായി ഈ സോഷ്യൽ മീഡിയ അതിപ്രസരണം ചെയ്യുന്ന ഈ കാലത്ത്, AI-യുടെ ഈ കാലത്ത് നമ്മൾ എങ്ങനെ മക്കളെ വളർത്തേണ്ടത് എല്ലാ മാതാപിതാക്കളുടെയും ബുദ്ധിമുട്ട് തന്നെയാണല്ലേ? അത് ആലോചിച്ചിട്ട് തന്നെയല്ലേ എല്ലാവരും ഈ ഗ്രൂപ്പിലേക്ക് വന്നത്? തീർച്ചയായും അത് തന്നെ ആയിരിക്കും. അപ്പോ നമ്മൾ ഫസ്റ്റ് തന്നെ പറയാ, എന്താണ് കൗമാരം? കൗമാരത്തെ കുറിച്ച് എന്തൊക്കെ അറിയാ? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? കൗമാരത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മള് കൗമാരകാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് കാലാണ് നമ്മള് കൗമാരകാലം ഉണ്ടായിരുന്നേ? നമ്മള് സുവർണ കാലഘട്ടമായിരുന്നു അല്ലേ? കൗമാരം എന്നത് എന്താണ്? നമുക്ക് ഏറ്റവും സുന്ദരമായ ഒരു കാലമായിരുന്നു. പക്ഷെ ആ കാലം നമ്മൾ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരു ന്യൂ ബോൺ ബേബിയെ പോലെ കെയർ ചെയ്യേണ്ട ഒരു കാലമായിരുന്നു അത്. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ പേരൻസ് അത് ശ്രദ്ധിച്ചോ ഇല്ലേ നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല. ഇനി നമ്മൾ പേരൻ്റായി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ കൗമാരത്തെ കുറിച്ച് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ 8 വയസ്സ് മുതൽ 7 വയസ്സ് മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, 7 വയസ്സ് മുതൽ നമ്മുടെ ശാരീരിക വളർച്ച ഈ സമയത്ത് വളരെയധികം കൂടുതലാണ്. ഫാസ്റ്റ് ഫുഡിന്റെ അധികമായ തീറ്റ മൂലം, എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൂലം നമുക്ക് എന്താവും? ഇങ്ങനത്തെ ശാരീരിക വളർച്ച കൂടുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സമയത്ത് നമ്മൾ കുട്ടികളെ ആ ഒരു കാലം മുതൽ നമുക്ക് ഋതുമതിയാവുന്നുണ്ട്. 7 വയസ്സ് മുതൽ ആൺകുട്ടികളുടെയും വളർച്ച അതുപോലെ തന്നെ വളരെയധികം കൂടുന്നുണ്ട്. പിന്നെ ഈ കാലഘട്ടം മുതൽ നമ്മൾ എന്താണ് വിചാരിക്കുക? 19-20 വയസ്സ് വരെയാണ് കൗമാര കാലഘട്ടം ഉള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് 3 ഭാഗമായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് ഏർലി അഡോളസൻസ്. ഏർലി അഡോളസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശാരീരിക വളർച്ച പ്രായപൂർത്തിയാവുന്നതിന്റെ കൂടെ തന്നെ ശാരീരിക വളർച്ച ഉണ്ടാവുന്ന കാലം എന്ന് വെച്ചാൽ 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കാലം. അതായിരുന്നു ആദ്യം പറയാം. ഇപ്പൊ ഒരു 7-8 വയസ്സ് മുതൽ എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാവുന്ന ആ കാലം മുതൽ ശാരീരിക വളർച്ച വന്ന് ഒരു 13 വയസ്സാവുന്ന വരെയുള്ള കാലഘട്ടമാണ് ഏർലി അഡോളസൻസ്. ഈ അഡോളസൻസിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അറിയോ? ഈ അഡോളസൻസിൽ ഒരു മാതാവ് കുട്ടികളുടെ ശാരീരിക വളർച്ചയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കുട്ടികൾക്ക് എന്ന് വെച്ചാല് ഈ ഒരു വ്യത്യാസം വരുന്ന സമയത്ത് അവർക്ക് പുറത്തിറങ്ങാൻ തോന്നേയില്ല. മക്കൾക്ക് തിരെ പുറത്തിറങ്ങാണ്ട് ഇങ്ങനെ അകത്തിരിക്കാൻ ഫീൽ ചെയ്യും കുട്ടികൾക്ക്. വീട്ടിന്റെ അകത്ത് നമ്മളിങ്ങനെ വിചാരിക്കും, ഇത് എന്തുകൊണ്ട് അവര് പുറത്തേക്ക് പോവാത്ത? ഒരു ഫംഗ്ഷൻ, വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായാലും അവർക്ക് അതിനേക്ക് ഒരു മുന്നോട്ടേക്ക് ഇറങ്ങാൻ മടിയായിരിക്കും. ഉമ്മച്ചി വെക്കോളി അല്ലെ ഇപ്പൊ വെക്കോളി, ഞാനില്ല എന്ന് വെച്ചാല് സാമൂഹികമായിട്ട് ഓലെന്ത് ചെയ്യും? ഒതുങ്ങിക്കൂടും ഈ മിഡിൽ അഡോളസന്റിന്റെ സമയത്ത്. കാരണം അത് അവരുടെ മാറ്റം വരികയാണ്, അവർക്ക് സാമൂഹികമായിട്ടുള്ള വളർച്ച വരികയാണെന്ന് അവർക്ക് മനസ്സിലാകും. ചില കുട്ടികൾ സാമൂഹികമായിട്ടുള്ള പല സംഘടനകളിലും ചെറിയ ചെറിയ നേരോ സംഘടനകളിൽ കയറും. അവർ അതിൻ്റെതായ രീതിയിൽ സോഷ്യൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും.
പിന്നെ സ്റ്റേജിലേക്ക് കയറാൻ എന്ന് വെച്ചാൽ മുന്നിലേക്ക് ഇറങ്ങാൻ, ഒരു കാര്യത്തിലേക്ക് മുന്നിലേക്ക് ഇറങ്ങാൻ ചില കുട്ടികൾ മുന്നോട്ട് വരും, ചില കുട്ടികൾ പേടിച്ച് പേടിച്ച് മാറി നിൽക്കും. അതിന് പറയുന്ന ഒരു പേരുണ്ട്, എന്താ അറിയോ എല്ലാവർക്കും? അഗോറാഫോബിയ എന്നാ പറയാത്. സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ അഗോറാഫോബിയ. എന്താ ഈ അഗോറാഫോബിയ എന്നറിയോ? ആർക്കെങ്കിലും അറിയോ ഇതില്? ആരോ ഹാൻഡ് ചെയ്യുന്നില്ല, ഹാൻഡ്സ് ഓൺ ചെയ്യുന്നില്ല, ഒന്ന് പറഞ്ഞു നോക്കിയവരെ എന്താന്ന്? ഇത് മ്യൂട്ടാണ് അല്ലേ? ഈ അഗോറഫോബിയ എന്ന് പറഞ്ഞാല് അകാരമായിട്ടുള്ള പേടിയാണ്. ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇറങ്ങാന്, ഒന്ന് സ്റ്റേജിലേക്ക് ഇറങ്ങാന്, ഒന്ന് ബസ്സിൽ. ഈ സമയത്ത് ഉണ്ടാവുന്ന ടീൻസ് ഉള്ള സമയത്ത്, നമ്മളെ മക്കള് ടീൻസ് ആയിരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന കാര്യങ്ങൾ. അത് ഒരു കല്യാണത്തിന് പോകുമ്പോ കുറച്ച് കൂട്ടം ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോ ഒരു പേടി. എന്തിനാ പേടിയെന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയൂല. അത് എന്തിനാ പേടിയെന്ന് അറിയില്ല അവർക്ക് ഈ കാര്യങ്ങള്. പിന്നെന്താ, ഡീപ്പായിട്ടുള്ള പേടിക്കും. അത് മാറ്റാനുള്ള എന്താ സൊല്യൂഷൻ എന്ന് അവരുടെ മനസ്സിലില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് പറയാൻ അവർക്ക് ഒരാളില്ല. പിന്നെ ആ സമയത്ത് അവർക്ക് നെഞ്ചിടിപ്പ് കൂടും, പിന്നെ കൈകാലുകൾക്ക് വിറയല് വരും, മുട്ടുംകാലിടിച്ച് വിറക്കാണ്. ഉമ്മക്ക് എന്താ അറിയില്ല എന്നറിയും. പക്ഷെ നമ്മളറിയിക്കും ഇത് എന്തിനാ ഈ മുട്ടുംകാലിടിക്കണത്, ചെറിയൊരു കാര്യല്ലേ. പക്ഷെ അവർക്ക് അറിയുന്നില്ല ഇത് എങ്ങനെയെന്ന്. അത്രത്തോളം ആൻസൈറ്റി എത്തുന്ന ഒരു കാലുണ്ട്, ഒരു സമയമുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഓപ്പൺ കാര്യങ്ങളില് ബസ്സിൽ കയറുക. ബസ്സിൽ ഇത്രയും തോന്നെ ആൾക്കാർ ബസ്സുള്ളതിൽ ഓർക്ക് മാത്രമല്ല ശ്രദ്ധ ഉള്ളത്. എന്നിട്ടൊരു ബസ്സിൽ കയറുമ്പോ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, അറിയാം. പക്ഷെ എന്നാലും പേടിക്കും. അത് അത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ട് കുട്ടികൾക്ക് പിന്നെയും പിന്നെയും കുറച്ച് വലുതായാലും മാറൂല. ആ ഒരു ഫോബിയാണ് അഗോറാഫോബിയ. മനസ്സിലായോ? അത് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ടീൻസ് എത്തും. അത് ഏതിലാ? മിഡിൽ അഡോളസന്റ് സ്റ്റേജിലാണ് എത്തുക. ചില കുട്ടികൾ നേരെ ഓപ്പോസിറ്റ് ആവും. കാരണം എന്താ, ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന സമയമായിരിക്കും അത്. എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? ഒരു കുട്ടിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതേപോലത്തെ മറ്റു കുട്ടികൾക്ക് അമിതമായിട്ടുള്ള പേടിയും, അഗോറാഫോബിയ പോലുള്ള അമിതമായിട്ടുള്ള പേടിയും കാണിക്കപ്പെടും. അതൊക്കെ ഈ 14 മുതൽ 17 വയസ്സ് വരെയുള്ള സമയത്താണ്. എന്ന് വെച്ചാൽ നമ്മളെ ലൈഫ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ട സമയം അതാണ്. ആ സമയത്ത് സ്ട്രഗിൾ ചെയ്ത കുട്ടികൾ ലൈഫിൽ എവിടെയും സക്സസ് ആവും. അതിനുള്ള എക്സാമ്പിൾ ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ അനന്ത് സാറിന്റെ കഥ. ഈ അനന്ത് സാർ ഏറ്റവും കൂടുതൽ സക്സസ് ആയത് ഏത് സമയത്താ വെച്ചാൽ 12 വയസ്സല്ല +2 പഠിക്കുന്ന, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന. +2 പഠിക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം എന്താ, ഇപ്പൊ അറിയാം നമുക്ക് മിഡിൽ അഡോളസന്റ് സ്റ്റേജിലാണ്. ഈ സ്റ്റേജിൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തത് കൊണ്ടായിരിക്കാം വീട് ജപ്തി ചെയ്യാൻ പോകുന്ന, സാറിന്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്ന പേരന്റിനാണെങ്കില് അച്ഛനാണെങ്കിലും ഒരു മാനകായിട്ടുള്ള ഒരു അസുഖം വന്നിട്ടായിട്ട് ട്രീറ്റ്മെന്റിലാണ്. സാറാണെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഈ ഒരു സമയം. ആ എത്രത്തോളം ഒരു +2 വിദ്യാർത്ഥിന് ആ സ്ട്രഗിൾ എത്രത്തോളം ഇൻവോൾവ് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ആ വീട്ടിലെ ഒരു അത്താണിയാവാനും 1.5 വർഷം കൊണ്ട് 18 ലക്ഷം ഏർണിങ്സ് ഉണ്ടാക്കാനും ആ അനന്ത് സാറിനെ പ്രോത്സാഹിപ്പിച്ചത് സാറിന്റെ ആ കറേജ് ആണ്, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വന്നത് ഈ മിഡിൽ അഡോളസന്റ് സ്റ്റേജിലെ സ്ട്രഗിൾ ആണ്. അതേപോലത്തെ വേറെ സ്ട്രഗിൾ ആണ് ആർക്ക് വന്നത്? ഹിറ്റ്ലറിന് വന്നത്. ഈ ഒരു അവസ്ഥയിലുള്ള എന്ന് വെച്ചാൽ ഹിറ്റ്ലറിനെ ഈ പ്രായം മുതലല്ല, ചെറുപ്പം പ്രായം മുതൽ ADHD ആയിട്ടുള്ള കുട്ടിയായ ഹിറ്റ്ലറിനെ ചെറുപ്രായം മുതല് ശിക്ഷ, വളരെ വലിയ ശിക്ഷയാണ് സാറ് ഹിറ്റ്ലറിനെ അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ എന്തായി, സാറിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഹിറ്റ്ലറിനെ. ഈ ഒരു കാര്യം അഡോളസൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. കാരണം സ്വഭാവം കൊണ്ട് രണ്ടാളും 2 വൈരുദ്ധ്യങ്ങളിലാണ് കിടക്കുന്നത്, ഹിറ്റ്ലറും അനന്ത് സാറും. അപ്പോ അവര് എന്തായി, ഒരു കണ്ടക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് മിഡിൽ അഡോളസന്റ് സ്റ്റേജിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾക്ക്, കണ്ടക്റ്റീവ് ഡിസോർഡർ എന്ന സൈക്കോളജിക്കൽ പ്രോബ്ലം. അതുണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും ഹാപ്പി അല്ലേ? പലരുടെയും മുഖം കണ്ടിട്ട് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ലല്ലോ. എല്ലാവരും ഹാപ്പി അല്ലേ? ചായ ഒക്കെ കുടിച്ചോ? ഷെബിന മാമിന്റെ അടിപൊളി ഒരു ക്ലാസ് കേട്ടിട്ടാണ് എല്ലാവരും ഇരിക്കുന്നല്ലേ?
അതെ. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഏകദേശം കൗമാര കാലഘട്ടത്തിന്റെ ആദ്യ ഒരു ഭാഗം പറഞ്ഞു വെച്ചത്. അപ്പൊ എന്താണ് കൗമാരം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? കൗമാരം എന്ന് പറയുക. ഈ കൗമാര കാലഘട്ടത്തെ രക്ഷിതാക്കളായ നാം ഓരോരുത്തരും കൈകാര്യം ചെയ്യേണ്ടത് വളരെ മയത്തിലാണ്. ഒരു ചൂടായിക്കൊണ്ട് ഒരു കൗമാര കാലഘട്ടക്കാരനോട് സംസാരിച്ചാൽ അവൻ അത് ഉൾക്കൊള്ളത്തില്ല. ഇതുപോലെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു മക്കളുണ്ടാവും അല്ലെ? ചെറിയ മക്കള് അല്ലേ? മക്കളില്ലാത്തവരുണ്ടോ? കുഞ്ഞു മക്കളില്ലേ എല്ലാവരുടെയും വീട്ടില്? ആ കുഞ്ഞു മക്കൾ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുക്കളയിലേക്ക് വരാറുണ്ട് അല്ലെ? വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ചിലപ്പോ അവിടുന്ന് പിച്ചാത്തി കയ്യിലെടുക്കാറുണ്ട്. കയ്യിലെടുത്ത് അത് കൈ പിടിക്കും. അപ്പൊ ആ കയ്യിൽ പിടിക്കുമ്പോ നമ്മൾ അവിടെ എന്താ ചെയ്യാ? ഷെബിന മാം എന്താ ചെയ്യാ? കുഞ്ഞ് കയ്യില് പിച്ചാത്തി എടുക്കുമ്പോ ഇവിടെ താണാ എന്നും പറഞ്ഞിട്ടാണോ ചെല്ലുന്നേ? എത്രമാത്രം ആ കുട്ടിയോട് അനുകമ്പ പ്രകടിപ്പിക്കാവോ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാവോ, ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? കത്തി നമ്മളെന്ത് ചെയ്യും? വാങ്ങും അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. ഒരിക്കലും അവനോട് ചൂടായിക്കാൻ ചിലപ്പോ അവൻ എന്ത് ചെയ്യാം? അവന്റെ കൈ മുറിയാം. എന്ന് പറയുന്നത് പോലെ കൗമാര കാലഘട്ടത്തിൽ ഏത് സമയത്തും അവന്റെ കൈവശം ആ ഒരു കത്തി വരാം. കത്തി എന്നിവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ലഹരി പദാർത്ഥമാവാം, മറ്റ് ലഹരി വസ്തുക്കളാവാം, അല്ലെങ്കിൽ മോശമായ ചലനങ്ങളാവാം, മോശമായ കൂട്ടുകെട്ടുകളാവാം. അങ്ങനെ തുടങ്ങി പല രീതിയിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നവരാണ് അല്ലെ? കുറഞ്ഞ സമയം മാത്രമാണ് നമ്മളോടൊപ്പം അവർ ഉണ്ടാവുക. അതിൽ കൂടുതൽ സമയം അവർ സ്കൂളുകളിലാണ്, കൂട്ടുകാരോടൊപ്പമാണ് അല്ലെ? കൂട്ടുകാരോടൊപ്പം കൂടുമ്പോ കൂട്ടുകെട്ടും എന്ത് ചെയ്യും? വളരും. നല്ല കൂട്ടുകാരെയാണ് അവൻ കൂടുന്നതെങ്കിൽ, നമ്മൾ പണ്ട് കാലത്തൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നുള്ള രൂപത്തില് നമ്മൾ പണ്ട് നമ്മുടെയൊക്കെ പൂർവികര് പറയാറുണ്ട് അല്ലെ? നല്ല നല്ല കൂട്ടുകെട്ടുകളെ നമ്മുടെ ഒപ്പം ചേർത്താൽ ആ കുട്ടി എന്ത് ചെയ്യും? നല്ല രൂപത്തിലേക്ക് പോകും. ഇതിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കൂട്ടുകാരുടെ കാര്യമാണെന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ എന്താണ് മോള് എന്ന് ചിന്തിക്കും അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ രക്ഷകർത്താക്കളാണ് അല്ലെ? ആ രക്ഷകർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മക്കള് പേരൻസ് എന്താ രക്ഷകർത്താവ് മീറ്റിംഗ് മക്കൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവർക്ക് എന്തും അധ്യാപകനോട് പറയാം. അപ്പൊ എന്ത് ചെയ്തു? അവൻ എന്നോട് പറഞ്ഞു, എന്റെ മകൻ എന്നെ ഇന്നലെ എന്റെ കാലിൽ ഇടിച്ചു. ഞാൻ ചോദിച്ച്, എന്തിനാണ് അമ്മേ നിങ്ങളെ അടിച്ചത്? ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ എന്റെ മകനോടൊപ്പം ഒരു 10 മിനിറ്റ് അവന്റെ അരികിൽ ഒന്നിരുന്നു. അത് മാത്രമാണ് ആ അമ്മ ചെയ്ത തെറ്റ്. അവനെ ശകാരിച്ചില്ല, അവനോട് മോശമായിട്ടൊന്നും പറഞ്ഞില്ല. അവന്റെ അടുക്കൽ ഒന്ന് പോയി ഇരുന്നു. ആ ഇരുന്ന സമയത്ത് അവന്റെ കൈമുഷ്ടി ചുരുട്ടിയിട്ട് ഒരൊറ്റയിടി അവൻ ആ അമ്മയുടെ കാലിൽ കൊടുത്തു. ആ അമ്മയ്ക്ക് 2 ദിവസം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല. ചോദിച്ചപ്പോ പറഞ്ഞത്, അവനോട് ഞാൻ പിന്നീട് ചോദിച്ചു, എന്തിനാണ് അമ്മയെ തല്ലിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ആ തള്ള വന്നിരുന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കും. ഞാൻ അന്നേരം പറഞ്ഞ്, ആ അമ്മ ഒന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ, നീ പഠിക്കുന്ന എന്താണ് എന്ന് നോക്കാൻ അടുത്ത് വന്നിരുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ ഈ കുട്ടികളിൽ ഹോർമോണിന്റെ വ്യത്യാസം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടവും കൂടിയാണ് കൗമാരം. അവര് ചെയ്തതിന് ശേഷമേ എന്തിനാ ചെയ്തേ എന്ന് ചിന്തിക്കുള്ളൂ. അതാണ് നമ്മുടെ നാടുകളിൽ അക്രമവാസന വർദ്ധിക്കുന്നത്.
അവര് ചെയ്യുന്ന ആ ഒരു 2-3 മിനിറ്റിൽ അവർക്ക് തോന്നുന്നത് അവര് ചെയ്തു പോകും. ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്തിനാണ് അത് ചെയ്തത് എന്ന് ചിന്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പോയിന്റിൽ നിന്നും പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോ നമ്മുടെ മാതാപിതാക്കൾ സ്നേഹം കൊടുക്കുന്നത് അത് വീട്ടിൽ നിന്നും ആ കുട്ടി പഠിക്കണം. നമ്മൾ പറഞ്ഞത് പെൺകുട്ടികളുടെ കാര്യമാണ്. വീട്ടിൽ നിന്നും കിട്ടാത്ത സ്നേഹം പുറത്തു നിന്നും കിട്ടുമ്പോഴാണ് അവർ മറ്റൊരു ആൺകുട്ടിയിലേക്ക് അവർ പോവുക. ഇവിടെ നിന്നും കിട്ടാത്ത സ്നേഹം മറ്റൊരാളിൽ നിന്നും കിട്ടുമ്പോൾ സ്വാഭാവികമായും എന്റെ അമ്മ ഞാൻ എന്ത് പറഞ്ഞാലും നോയാ പറയാ. പക്ഷെ അവനെ കണ്ടില്ലേ, അവൻ ഞാൻ പറയുന്നത് എന്നെ സ്നേഹമാണ്. ചിലപ്പോ അവൻ പറയും എന്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു മധുരമായ വാക്ക് അവളോട് പറയും. അങ്ങനെ പറയുന്നവനെ നമ്പുകയെ ചെയ്യരുതെന്നാണ് നമ്മൾ സൈക്കോളജി ക്ലാസ് എടുക്കുമ്പോൾ പറയാം. അമ്മയെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരുത്തന് അല്ലെങ്കിൽ ഒരുവൾക്ക് അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല. കൃത്യമായിട്ട് അമ്മയെ ഉമ്മയെ സ്നേഹിക്കുന്ന ഒരാണിന് അവന്റെ ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കാൻ കഴിയും. അപ്പോ ഈ പെൺകുട്ടികൾ എന്തുകൊണ്ട് നമ്മുടെ സ്നേഹത്തിന്റെ വലയത്തിൽ നിന്നും പിന്നിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്നേഹം അവരോട് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങളൊന്ന് സ്നേഹം പ്രകടിപ്പിച്ചു നോക്കൂ, അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവരവരുടെ കൂട്ടുകാരോടെല്ലാം പറയുന്നു എങ്കിൽ നാം ഒരു കൂട്ടുകാരനായാൽ എന്തു ചെയ്യും? അവരോട് പറയുന്ന എല്ലാ കാര്യങ്ങളും രക്ഷകർത്താവായ നമ്മളോടും അച്ഛനോടും അമ്മയോടും അവള് പറയും. പക്ഷെ അവളുടെ ഉള്ളിൽ അത് പറയാതിരിക്കാൻ തോന്നിക്കുന്നത് നിങ്ങളോടുള്ള പേടിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം. ചെയ്താൽ നമ്മളുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ പറയുന്നത് കേൾക്കും. ഇത്രയും നിങ്ങൾ കേട്ടു അല്ലെ? ഇനി ഞാൻ എന്ന് പറയുന്ന കോളത്തില് നമ്മൾ ലേബൽ ചെയ്യുക അള്ളാഹു അല്ലെങ്കിൽ സൃഷ്ടാവ് എന്നാണോ രേഖപ്പെടുത്തുക? അല്ല, മറിച്ച് നമ്മളുടെ പേരാണ് എന്ത് ചെയ്യുക അവിടെ രേഖപ്പെടുത്തുക. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? പടച്ച തമ്പുരാന്റെ ഒരു ദൈവിക കണക്കത്തിന്റെ ഒരു ചെറിയ സ്പർശനമാണ് നമ്മളാകുന്ന രക്ഷകർത്താവ് എന്നുള്ളത്. ഞാൻ പറയുന്ന പോയിന്റ് ക്ലിയർ ആണോ? രക്ഷകർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കരമാണ്. ദൈവത്തിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ഒരു വരദാനമാണ് എന്ന് പറയാ രക്ഷകർത്തൃത്വം എന്ന് പറയാ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? നമ്മള് രക്ഷകർത്താവ് എന്ന് പറയും അല്ലെ? രക്ഷകർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മദ്രസയിൽ പഠിക്കുന്നതാണ്. നമ്മൾ രക്ഷാധിപൻ അല്ലെങ്കിൽ രക്ഷകർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു എന്ന് പറയാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ദൈവം എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂളിലേക്ക് ചെന്നാലോ അവിടെ രക്ഷകർത്താവ് എന്ന് പറയുന്നിടത്ത് ആരുടെ പേരാണ് എഴുതുക? നമ്മളുടെ ഓരോരുത്തരുടെയും പേരാണ്. എന്റെ പേര് അൽത്താഫ്. എന്റെ മകന്റെ ഒരു ഒഫീഷ്യൽ കോളത്തിൽ രക്ഷകർത്താവ് എന്നുള്ളിടത്ത് ആരുടെ പേര് എഴുതുക? എന്റെ പേര് എഴുതുക. അപ്പോ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ദൈവികമായ ഒരു അംശമാണ് എന്ത് പറയുക? രക്ഷകർത്തൃത്വം എന്ന് പറയുക. അപ്പോ നമ്മള് പടച്ചവന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ സൃഷ്ടാവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തിരിയണം. അങ്ങനെ തിരിയുമ്പോ രക്ഷിതാവ് നമ്മളോട് പറയുന്നത് നോ എന്നാണ് അല്ലെ? നമ്മള് ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നു, അവിടെ സൃഷ്ടാവ് കൃത്യമായി വേദഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അരുത്. കള്ളുകുടിക്കാൻ പോകുന്നു, ചെയ്യരുത്. സിഗരറ്റ് മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, അരുത് അല്ലെ? ആ രൂപത്തിൽ നമ്മുടെ രക്ഷകർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നോ പറയേണ്ടടുത്ത് ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ നാം നോ പറയാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം.
നമ്മുടെ ചില മക്കൾക്ക് ഒരു ആഗ്രഹമുണ്ട്, നമ്മളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുമെന്ന് അവർക്കൊരു തോന്നലുണ്ടാവും. ആ തോന്നലുണ്ടായാൽ എന്ത് ചെയ്യും? അവര് നേരായ വഴിയിൽ നിന്നും എന്ത് ചെയ്യും? വഴിതെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കുഞ്ഞടിക്കാലടിയോരങ്ങൾ തെറ്റുമ്പോൾ കൈതന്ന് കൂടെ നടന്നു, അല്ലെ? അവന്റെ കാലൊന്ന് ഇടറിയാൽ ആ കാല് ഇടറാതെ അവന്റെ കൈ ചേർത്ത് പിടിച്ച് നടക്കാൻ നാം ആകുന്ന രക്ഷകർത്താക്കൾക്ക് കഴിയണം. എന്താണ് പറഞ്ഞ കേട്ടില്ല? ആരോ എന്തോന്ന് പറഞ്ഞല്ലോ. ഷബ്ന മാം എന്താ പറഞ്ഞ, കേട്ടിരുന്നോ? കേട്ടില്ല. ഒന്നും പറഞ്ഞതെല്ലാം തോന്നുന്നു സൗണ്ട്. ഷിബിന മാം ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണ്. സ്പീഡ് ഉണ്ടോ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ. ചെറുപ്പകാലത്ത് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? മക്കളുടെ കാല് അവന് വീഴുമോ എന്നുള്ള പേടിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവനെ കൈ പിടിക്കാറുണ്ട്. ഈ രൂപത്തിൽ അവൻ ഒരു 16, 15, 17 വയസ്സുകളിലൂടെ കടന്നു പോകുമ്പോ അവനെ നമ്മൾ ചേർത്ത് പിടിക്കാൻ, ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, അവളുടെയോ കൈ പിടിക്കാൻ പറ്റണം നമുക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞത് അനുസരിക്കാതെ പോകുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മക്കളെ കൃത്യമായ കാര്യം, അവരെ അടിച്ചുകൊണ്ട് എന്ത് നേടാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. മറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു 6 വയസ്സ് മുതൽ, സൈക്കോളജിയിൽ പറയുന്നത് ഒരു 6-7 വയസ്സ് മുതൽ കുട്ടികൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ, മാതാവോ പിതാവോ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ എന്ത് സാധിക്കും? ഈ കുട്ടികൾക്ക് സാധിക്കും. പിന്നീട് നമ്മൾ പറയണ്ടല്ലോ, 13, 14, 15 വയസ്സുകളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ മാതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ പിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ, അവരെ അടിക്കാതെയോ ശിക്ഷിക്കാതെയോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പറഞ്ഞ് അവരുടെ തെറ്റുകളെ മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ഒരടി കൊടുത്താൽ, അവനെ ഒന്ന് വേദനിപ്പിച്ചാൽ, ആ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോ അവൻ ആ ഒരു വേദന ഉണ്ടാവും. പക്ഷെ അവന്റെ ഉള്ളിൽ വരുന്ന ഒരു നെഗറ്റീവ് മൈൻഡ് ഉണ്ട്. ഞാൻ ഈ തെറ്റ് ചെയ്താൽ അവരടി കിട്ടത്തല്ലേ ഉള്ളൂ എന്നുള്ള ഒരു മൈൻഡിലേക്ക് എന്ത് ചെയ്യും? ആ കുട്ടി മാറും. മറിച്ച് നാം ആകുന്ന രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവരോട് അവര് ചെയ്ത തെറ്റിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആ കുട്ടി അടുത്ത തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും. എന്റെ രക്ഷകർത്താവ് എന്നോട് പറഞ്ഞു അത് ചെയ്യുന്നത് തെറ്റാണ്, പുകവലിക്കുന്നത് തെറ്റാണ്, അന്യ കൂട്ടുകെട്ടിലേക്ക് പോകുന്നത് തെറ്റാണ് എന്ന് അവൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? അവൻ ഒന്നും കൂടി അത് ആലോചിക്കും. ഇനി നമ്മുടെ പെൺകുട്ടികളുടെ കേസിലേക്ക് വന്നാലോ? നമ്മൾ കൊടുക്കുന്ന സ്നേഹം, നമുക്കിപ്പോ വാച്ച് അല്ലെ, വാച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണിച്ചു കൊടുക്കാം. മോനെ ഇത് വാച്ചാണ്, അല്ലെ? മോനെ ഇത് മോതിരമാണ്, അല്ലെ? നമുക്ക് ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു സാധനം കാണിച്ചു കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? മറിച്ച് സ്നേഹം എന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയോ? മോനെ ഇതാണ് സ്നേഹം, കാണിച്ചു കൊടുക്കാൻ കഴിയോ? ഇല്ല. അപ്പോ എങ്ങനെയാണ് ഒരു വീട്ടിൽ നിന്നും ഒരു കുട്ടി സ്നേഹത്തെ പഠിക്കുക? അതിനാണ് നമ്മളുടെ പൂർവികർ പറയുന്നത്, സ്വന്തം ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വായിലേക്ക് തൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഭക്ഷണം വാരിക്കൊടുക്കണം എന്ന് പ്രവാചകർ പഠിപ്പിച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വാപ്പയ്ക്ക് എൻ്റെ ഉമ്മയോടുള്ള സ്നേഹമാണ്
എന്നെന്ത് ചെയ്യും? അവനോ അവളോ എന്ത് ചെയ്യും? വീട്ടിൽ നിന്നും സ്നേഹം എന്താണ് എന്ന് പഠിക്കും. എന്റെ കൂടെ ഉണ്ടോ? അതോ പകുതിക്ക് പോയാ? കൂടെ ഉണ്ടാ? ഓക്കെ, ഉണ്ട്. അപ്പോ സ്നേഹം എന്നത് രണ്ട് വാക്കിലേക്ക് ഒതുക്കാതെ സ്നേഹം എന്നത് ഉള്ളിൽ നിന്നും പ്രകടിപ്പിക്കാൻ കഴിയണം. പ്രകടിപ്പിക്കുമ്പോഴാണ് സ്നേഹത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ഫീല് ചെയ്യാൻ കഴിയുക. അല്ലെ? അങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്ന രക്ഷകർത്താക്കളോട് ഒരു കുട്ടിക്കും എന്ത് തോന്നില്ല? വൈരാഗ്യ ബുദ്ധിയോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ തോന്നാറില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനൊരു അധ്യാപകനാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സ്ഥാപനത്തില് ഒരു രക്ഷകർത്താവ് മീറ്റിംഗ് വെച്ചു.